ഹായ് ചങ്കകളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ ഐറ്റംസ് നമ്മുടെ സ്റ്റൈല് പാലക്കാട് തൃശ്ശൂരൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. കുമ്പളങ്ങൻ കോഴി, നാടൻ കോഴിയും കുമ്പളങ്ങയും. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് പരിപാടി. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചങ്കകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം കാണാൻ ചങ്കകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കോഴിയും കുമ്പളങ്ങയും വെറൈറ്റി ഐറ്റംസാണ്. നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ ഐറ്റം. അടിപൊളി. കോഴിയും കുമ്പളങ്ങയും സൂപ്പർ അല്ലേ? ഇത് പാലക്കാടുകാരുടെ സ്വന്തം ഐറ്റംസ് ആണ്. നമുക്ക് നേരെ ഇത് പണിയുണ്ട് സിനിമ, നമ്മുടെ മറ്റേ കോഴിനെ പോലെ അല്ല. അപ്പോൾ നമുക്ക് നേരം കഴിയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കോഴിക്കൂട്ടിനെ നമ്മൾ മുറിച്ച് പപ്പും കൂടൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ രോമങ്ങളുണ്ട്, ഒന്ന് കരിച്ച് ചൂട്ട് കത്തിച്ച് കരിച്ച അതൊക്കെ ഒരു ഡീസൻ്റ് ആവും. അപ്പോൾ നമുക്കിത് അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് പീസാക്കാം. ഇത് കുട്ടപ്പനാക്കി എടുക്കാൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന സാധനമല്ല. ഇപ്പം ഈ പോരായി എന്തോ ഷാറോടെ കൂടെ വന്നതല്ലേ. ഈ ചെറിയ ചെറിയ രോമം ഉണ്ടാവേ, അതൊക്കെ എന്നിട്ട് ഒന്ന് ഉപ്പിട്ടൊന്ന് തിരുമ്മി കഴിക്കുക. കല്ലുപ്പിട്ട് തിരുമ്മിയ റെഡി. കല്ലുപ്പിട്ട് നന്നായിട്ട് തേച്ച് കുറച്ചൊന്ന് കുളിപ്പിച്ചെടുക്കാം നമുക്ക്. മറ്റേ കരിലും പോലെ കിടന്നല്ലേ നമ്മുടെ നാടൻ കോഴി പരിപാടിയുണ്ട്. നമുക്കിനി ഇതേ പീസാക്കാം. പീസാക്കിയിട്ട് കാണിക്കാം. പീസാക്കണം. പിന്നെ നമുക്ക് പണിയുണ്ട്. കുമ്പളങ്ങ മുറിച്ചെടുക്കണം, ഒരു നാളികേരത്തിന്റെ പാല് വേണം. അപ്പൊ ആദ്യം ഇതൊന്ന് പീസാക്കി എടുക്കാം നമുക്ക്. അപ്പൊ നമ്മളെ ചിക്കൻ കൂട്ടുന്ന നാടൻ കോഴി, ഒരു ജോഡിയുള്ള ഒരു നാടൻ കോഴി. നാടൻ കോഴിനെ ഈ പരിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ക്ലീൻ ആക്കി എടുക്കണം. അവര് കണ്ടിട്ടില്ലല്ലോ നാടൻ കോഴി തിന്നിട്ട്. നമ്മളെ നാടൻ കോഴി മേടിച്ചിട്ടാ അതിലിട്ട് വെക്കാനായിട്ട്. അപ്പൊ നമുക്ക് കഴുകി കുട്ടപ്പനാക്കിയില്ല, എല്ലാം ഡീസൻ്റ് ആയിട്ടുണ്ട്. ഇത് കാര്യം ചെയ്യും. നമുക്ക് സവാള, പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടി, മുളക് ഇട്ട് ഒന്ന് തിരുമ്മി വേവിക്കാം. ഇതിന് നല്ല വേവുണ്ട്. കുക്കറിട്ട് വേവിക്കാം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഒരു 2 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ മതി. മല്ലിപ്പൊടി ഇതേപോലെ തന്നെ 2 എടുക്കാം. മല്ലിപ്പൊടി കുറച്ചുകൂടി ഒരു 2 സ്പൂൺ ടേബിൾ സ്പൂൺ കണക്കണത് മല്ലിപ്പൊടി. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഇട്ട് അങ്ങോട്ട് ഒരു പിടുത്തം പിടിക്കാൻ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി കുറച്ച് കുരുമുളക് ഇടും. ഒരു സ്പൂൺ കുരുമുളക് ഇടും. ഇനി ലേശം വെളിച്ചെണ്ണ ഒഴിച്ചേ. ഞാൻ തിരുമണ 1 സ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമണം. തിരിച്ച് ഞങ്ങൾ കൂട്ടാം. നന്നായിട്ട് തിരുമ്മിയിട്ട് സവാളയും മസാലയും മണക്കൊന്നും ഒരു മണം വരും. പണ്ടൊക്കെ ചിക്കനായാലും ബീഫായാലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ എല്ലാം കൂടി തിരുമ്മി. അപ്പൊ നമുക്ക് കാണിച്ചത് ഇത് നന്നായിട്ട് വേവുണ്ട്. കുക്കറിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് കുമ്പളങ്ങ അപ്പോഴേക്കും റെഡിയാക്കി ഇതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇതോടെ കുറച്ച് മൂടി വെച്ചാൽ നമുക്ക് ഇനി കുമ്പളങ്ങ പീസാക്കി എടുക്കാം. നമുക്ക് തൊണ്ടുകളായി കഴിയും. ഈ കോഴി കുമ്പളങ്ങ തൃശ്ശൂർ എല്ലാ സ്ഥലത്തില്ലല്ലോ.
പാലക്കാട് ഏരിയയിൽ പിന്നെ തൃശ്ശൂരിന്റെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കോഴി കുമ്പളങ്ങ. തൃശ്ശൂരിൽ പെട്ട കരപ്പട, കൊടുങ്ങല്ലൂര്, ചാവക്കാട് ആ ഏരിയയിലൊന്നുമില്ല. ചാവക്കാട് കോഴി കുമ്പളം വയ്ക്കുക ഞങ്ങളൊക്കെ കഴിക്കും. നിന്റെ ഉള്ളിൽ വെച്ചോ കോഴിയിലെ പണ്ട് ഈ കോഴി നാടൻ കോഴി അല്ലേ വീട്ടിൽ കിളർക്ക് എത്തണ്ടേ? കുറെ ആൾക്കാരുണ്ടോ? അപ്പൊ നമ്മുടെ കുമ്പളങ്ങ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വേവിക്കാം. കുക്കറിൽ ഒരു സൈഡിൽ കിടന്നോട്ടെ, ഇത് ഒരു സൈഡില് കിടക്കട്ടെ. അത് വേണം അങ്ങോട്ട് നമുക്ക് നാളികേരം ചിരണ്ടി പാലെടുക്കാം. ഒരു 3 വിസില് വേണ്ടേ? 3 വിസിൽ നോക്കാം. നമുക്ക് പിന്നെ ഒരു വില്ലേക്ക് വെച്ചിട്ടേ വെക്കുമ്പോ ഇടാലോ. ഇതില് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് കുമ്പളങ്ങ വയ്ക്കും. ഇപ്പൊ കുമ്പളങ്ങ കഴുകി അടുപ്പത്ത് വെച്ചു. ഇനി ചുണ്ട് മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് വെക്കാം. ഇപ്പൊ നമ്മള് കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കുക്കറിലുണ്ട്. 3 വിസിലാക്കട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നോക്കിഞ്ഞേ ഈ നാളികേരം പൊട്ടിച്ച് ചിരണ്ടി പാലെടുക്കാം. ഈ പണി കിടക്കണുള്ളൂ. നാടൻ കോഴിയും കുമ്പളങ്ങ പൊട്ടിച്ചോളി. നീ പൊട്ടിക്ക, ഞാൻ പൊട്ടിക്കണം. ഓ അപ്പൊ ഐശ്വര്യായിട്ട് നാളെ പൊട്ടിക്കട്ടെ. അങ്ങനെയുണ്ടാ? അപ്പൊ ഐശ്വര്യുണ്ടെങ്കിൽ ഒറ്റ വെട്ടിന് നാളികേരം പൊട്ടും. കണ്ടാ? അപ്പൊ നമ്മളെ കുമ്പളങ്ങ ചിക്കൻ കറി അടിപൊളിയാവും. ഒറ്റ വെട്ട് നാളികേരം പൊട്ടി അങ്ങനെ കണക്ക്. അപ്പൊ അത് ചിരണ്ടി വെള്ളത്തിലാണ് നാളികേരം വെള്ളത്തിന്റെ സ്പെഷ്യലിസ്റ്റ്. അപ്പൊ നമുക്ക് വേറെ കാര്യമുണ്ട്. ഈ ചിക്കൻ കറി കുമ്പളങ്ങയും നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണില്ലേ? ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും നാളെ ടേസ്റ്റ് ആവില്ലേ? നല്ല കോമ്പിനേഷൻ അല്ലെ ഷാറിന? നമുക്ക് ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ നമുക്ക്? അപ്പൊ നമുക്ക് ചക്കപ്പുഴുക്ക് അപ്പൊ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. കുമ്പളങ്ങ വെന്തുട്ടാ. കുമ്പളങ്ങ വന്ന് വെള്ളം ഒഴിക്കാൻ താഴെ നമ്മൾ ചിക്കൻ വന്നുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം, തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുണ്ട്. മറ്റേ അത് അടിക്കണം. അപ്പൊ നമുക്ക് നാളികേരം അരച്ചിട്ടാ പാല് പിഴിയാനേ ഒതുക്കിയെടുക്കാം. ഒതുക്കിയെടുത്താൽ മതി. ഒറ്റപ്പാല്, 2 പാലും തിളപ്പാലൊന്നുമില്ല, ഒറ്റപ്പാല്. നമുക്ക് ചിക്കൻ കറിക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഒറ്റപ്പാല്, 2 പാല് തിളപ്പാലൊന്നുമില്ല, ഒറ്റപ്പാലിൻ്റെ പരിപാടി. മസിൽ പിടിച്ചിട്ടേ ശ്വാസം മുട്ടി വന്ന്. അപ്പോൾ ഐശ്വര്യായിട്ട് ഉരുളി വെച്ചോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉള്ളിലേക്ക് നഷ്ടമാക്കി ഉള്ളിലേക്ക് എടുത്ത് വേവട്ടെ. അമ്മ അടിപൊളി. അപ്പൊ നമ്മുടെ കുമ്പളങ്ങ ഇടാം. കുമ്പളം നമ്മളിത് കുറച്ചിട്ടുള്ളൂ. നാടൻ കോഴി കുമ്പളങ്ങ ആ തേങ്ങാപ്പാൽ നമുക്ക് ഇനി ഇത് പാലൊഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ കിടന്നിട്ട് വേവട്ടെ. ഈ ലേശം കൂട്ടാനായി കുമ്പളങ്ങ ചിക്കൻ കറി നമ്മളധികം ഗ്രേവി എടുത്തിട്ടില്ല. ഇനി ഒന്നൊരു സെറ്റാക്കാൻ്റെ വന്നു. ഒന്ന് സവാള വളർത്താനുണ്ട്.
അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു 2 ചെറിയ ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ലേശം വേപ്പലാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വേപ്പല. അതൊക്കെ ഇട്ടാലും നമുക്ക് ഇപ്പം നമ്മുടെ കുമ്പളങ്ങ നാടൻ കോഴിക്കറി റെഡി ആക്കി നമുക്ക് ഇതിനകത്ത് വറവിടണം. സവാളയും പച്ചമുളകും നമുക്കൊന്ന് വറുത്തിടണം. പിന്നെ കടുകിടണമെങ്കിൽ കടുകിടാം. നമ്മൾ സവാളയും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ. അതിന് ഗ്രേവി എടുക്കുന്നില്ല നമുക്ക്. ഇത് അധികം ആൾക്കാർക്ക് ഇതിന് ചാറിന് ഇഷ്ടമല്ല. ഈ പരുവത്തിൽ നിൽക്കുന്നത് ഇത് അർപ്പിച്ചിട്ട് ചീഞ്ചിട്ട് വയ്ക്കണം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടാകും. നമ്മൾ അരിഞ്ഞ് വെച്ചാൽ സവാള പച്ചമുളക് ലേശം വേപ്പ ഇട്ടിട്ടുണ്ട്. റാണിയെ മതിയാ വറവ് പറയാം. അധികം കരിഞ്ഞ കളറവും എന്നാ ശരി. ഒന്നും ലേശത്തിലായിക്കോട്ടെ. ആയാ അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ കുമ്പളങ്ങക്കറി റെഡി. അപ്പോൾ അധികം നിങ്ങൾക്കിപ്പോൾ ഗ്രേവി ആണെങ്കിൽ ഗ്രേവി നീട്ടി വെക്കാം. ഇവിടെ നമുക്ക് ഗ്രേവി അധികം ഇഷ്ടമുള്ള കാരണം ഇങ്ങനെയാണ് എടുത്താൽ മതി. അപ്പോൾ നല്ല പാലക്കാടത്തെ സ്പെഷ്യൽ പാലക്കാടൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഗ്രേവി വയ്ക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രേവി അധികം ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചാണ് നല്ല സൂപ്പറാണ്. ഇപ്പം നമ്മുടെ നാടൻ കോഴി കുമ്പളങ്ങ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ വെക്കാത്ത ആൾക്കാർ വെച്ച് നോക്ക്. ഇത് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ഏരിയത്തെ സ്പെഷ്യൽ സാധനം. എങ്ങനെയുണ്ട്? അടിപൊളി. ടേസ്റ്റ് വരില്ല. അപ്പൊ നാടൻ കോഴി കുമ്പളങ്ങ. അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോയിട്ട് എത്രയും പെട്ടെന്ന് വരും. അതിനു മുമ്പ് വേറെ കാര്യം പ്രത്യേക കാര്യം പറയാൻ മറന്ന്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്കള് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിട്ട് വരും. ബായ്. ഒന്ന് കഴിക്കട്ടെ കേട്ടാ.